ഇടുക്കി മുനിയറയിൽ അമ്മയെ വീട്ടിൽ കയറ്റാതെ മകനും ഭാര്യയും വീട് പൂട്ടിയ സംഭവത്തിൽ പങ്കജാക്ഷി അമ്മയ്ക്ക് ആശ്വാസം. രണ്ടാമത്തെ മകൻ ഷാജിയുടെ കൂടെ പങ്കജാക്ഷി താമസിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പോർട്ടിനോട് പറഞ്ഞു. ഇളയ മകൻ സുരേഷിന്റെ മക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതോടെയാണ് തീരുമാനം. റിപ്പോർട്ടറാണ് പങ്കജാക്ഷി അമ്മയുടെ ദയനീയാവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. എനിക്കിവിടെ താമസിക്കണം. ഈ വീട്ടിൽ എൻ്റെ വീടാണ് ഇത്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്ഥലവും എല്ലാം അവൻ ഇന്ന് വന്ന് തരും സാറേ. അവനൊരു കുഴപ്പവും വരാനും. ഇന്നലെയാണ് മുനിയറ സ്വദേശി പങ്കജാക്ഷി സബ് കളക്ടറുടെ ഉത്തരവോടെ കുടുംബ വീട്ടിൽ താമസിക്കുവാനായി എത്തിയത്. എന്നാൽ ഉത്തരവ് അംഗീകരിക്കാതെ വീട് പൂട്ടി താക്കോലുമായി ഫോറസ്റ്റ് ഓഫീസറായ മകൻ സുരേഷും ഭാര്യയും പോയി. 2 ദിവസമായി വയോധിക പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ പോലും കഴിയാതെ വീടിന് പുറത്തായിരുന്നു. സംഭവം റിപ്പോർട്ടറിലൂടെ പുറത്തുവന്നതോടെ ജനപ്രതിനിധികളും പോലീസും വില്ലേജ് ഓഫീസറും അടക്കം സംഭവസ്ഥലത്തെത്തി. സുരേഷിന്റെ 3 മക്കൾ പങ്കജാക്ഷിയെ വീട്ടിൽ കയറ്റിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയതോടെ 2 മണിക്കൂർ നീണ്ട ചർച്ച. ഒടുവിൽ രണ്ടാമത്തെ മകനൊപ്പം താമസിക്കാൻ തീരുമാനം. ഷാജി എന്ന് പറയുന്ന ചേട്ടൻ ഉപ്പുതറയിലെ വീട്ടിലേക്ക് അവർ വേറെ വാടകയ്ക്ക് വീടെടുത്ത് അമ്മയെ നോക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയോട് ആദ്യം ആലോചിച്ചു. അമ്മ പൂർണ്ണമായും പൊക്കോളാം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അമ്മേൻ്റെ വീട് പോകുന്നതിന് അമ്മയ്ക്ക് തടസ്സമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ തീരത്ത് വീടുള്ള രണ്ടാം മകന് വീട് വാടകയ്ക്കെടുക്കാൻ ഇളയ മകൻ സുരേഷ് ഓരോ മാസവും 30,000 രൂപ വീതം നൽകണം. നാളെ പഞ്ചായത്ത്, പോലീസ്, വില്ലേജ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് രേഖാമൂലം സുരക്ഷിതത്വം ഉറപ്പാക്കും. പങ്കജാക്ഷിയുടെ പ്രതികരണം ഇങ്ങനെ: എൻ്റെ മകന് സന്തോഷം കിട്ടാനാണ് ഞാൻ പോണത്. ഇപ്പൊ 2 ദിവസമായി അഭയം തേടി വീടിന് പുറത്തായിരുന്നു പങ്കജാക്ഷി. റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.